ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെബ് ഡയറി. ജാവാസ്ക്രിപ്റ്റ് അടിപൊളിയാണെന്ന സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കിച്ചൻ്റെ ഒരു പ്രോജക്റ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഐറ്റം ആഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അതിനുശേഷം എങ്ങനെയാണ് നമ്മളത് എഡിറ്റ് ചെയ്യേണ്ടത് എന്ന് പഠിച്ചു അല്ലേ. അതിനുശേഷം എങ്ങനെയാണത് ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നും പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോക്കൽ സ്റ്റോറേജിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ലോക്കൽ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്കൊരു ഫോം ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമ്മളതിന് സാധാരണ എവിടെയാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? നമ്മൾ നമ്മുടെ സെർവറിലുള്ള ഒരു ഡേറ്റാബേസിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ നമുക്ക് ചില ഡേറ്റാസിനെ നമുക്ക് നമ്മുടെ ബ്രൗസറിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, ആ ഒരു സാധ്യത ആണ് ഈ ലോക്കൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ലോക്കൽ സ്റ്റോറേജ് എവിടെയാണ് ബ്രൗസറിൽ കാണിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നമ്മളിവിടെ വരിക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് എലമെൻറ്റ് കൊടുക്കുക. ഇൻസ്പെക്ട് എലമെൻറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ മുകളിൽ കുറേ ടാബ് ഉണ്ടാവും അല്ലേ. നമ്മൾ ഇത്രയും നാൾ കൺസോൾ മാത്രമാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, സോഴ്സസ് ഉണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്, കണ്ടില്ലേ. ഇനി നമ്മളിവിടെ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും. അപ്പം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ലോക്കൽ സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്, കണ്ടില്ല. അപ്പോൾ അവിടെ നമ്മൾ ഏത് ബ്രൗസറാണോ ഏത് URL ആണോ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ആ ഒരു URL കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കീ എന്നും വാല്യൂ എന്നും പറയുന്ന ഒരു സെക്ഷൻ ഇവിടെ കാണും. അപ്പോൾ ഇതിനെയാണ് ഈ ഒരു ഏരിയ ആണ് നമ്മൾ ലോക്കൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ പ്രോജക്റ്റിൽ ലോക്കൽ സ്റ്റോറേജിൻ്റെ ആവശ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മളൊരു ലിസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മളിപ്പം പെപ്പർ കൊടുത്തു, ഇനി നമ്മളിവിടെ വന്നിട്ട് സോൾട്ട് കൊടുത്തു അല്ലേ. ഇപ്പോൾ നമ്മൾ കൊടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ആവുകയോ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഇതൊരു 100 ഐറ്റം ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മളൊരു 100 ഐറ്റം ആഡ് ചെയ്തു. ഇനി അറിയാതെ നമ്മളൊന്ന് റീഫ്രഷ് ചെയ്തു എന്നിരിക്കട്ടെ. എന്ത് പറ്റും? ഈ ഡേറ്റാസ് മൊത്തം ഇവിടുന്ന് പോകും. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ ആഡ് ചെയ്യുന്ന വാല്യൂസിനെ നമുക്ക് ലോക്കൽ സ്റ്റോറേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്രയും മാത്രം മനസ്സിലാക്കി വെക്കുക. നമുക്ക് ആദ്യം ആ ലോക്കൽ സ്റ്റോറേജിൻ്റെ എങ്ങനെയാണ് നമ്മൾ ലോക്കൽ സ്റ്റോറേജ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ ലോക്കൽ സ്റ്റോറേജിൽ നമുക്ക് മെയിനായിട്ട് നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒന്ന്, സെറ്റ് ഡേറ്റ ടു ലോക്കൽ സ്റ്റോറേജ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗെറ്റ് ഡേറ്റ ഫ്രം ലോക്കൽ സ്റ്റോറേജ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ലോക്കൽ സ്റ്റോറേജ് പഠിക്കുമ്പോൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോക്കൽ സ്റ്റോറേജ് എന്നുള്ളത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് വിൻഡോ ഡോട്ട് ലോക്കൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കാം. അതായത് വിൻഡോ എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ ഒരു ഭാഗമാണ് ലോക്കൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ വിൻഡോ ഇവിടെ ഒഴിവാക്കാം, ലോക്കൽ സ്റ്റോറേജിൽ നിന്ന് മാത്രം കൊടുക്കാം. ഓക്കെ, ലോക്കൽ സ്റ്റോറേജ് കഴിഞ്ഞിട്ട് ഇനി അതിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ വിളിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ സെറ്റ് ഡേറ്റ, അതായത് നമ്മുടെ ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്? നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അതിനെ നമ്മൾ സെറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് സെറ്റ് ഐറ്റം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ അല്ലെങ്കിൽ ഒരു മെത്തേഡിനെ നമുക്ക് വിളിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് മെയിനായിട്ട് നമുക്ക് 2 കാര്യങ്ങളാണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം ആദ്യത്തെ ഒരു വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തില്ല, അതിന് സമാനമായിട്ട് നമ്മളൊരു വേരിയബിൾ പോലെ ക്രിയേറ്റ് ചെയ്യുക. അപ്പം നെയിം എന്നും പറഞ്ഞു കൊടുത്തു. ഇനി രണ്ടാമത്തിനകത്ത് ആ നെയിമിൻ്റെ എന്താണ് വാല്യൂ എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ വെബ് ഡയറി എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. ഇനി ഞാനിവിടെ വന്നിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, കണ്ടില്ല, നമ്മളിപ്പം സെറ്റ് ചെയ്ത് കൊടുത്ത്. നേരത്തെ നമ്മൾ ഇവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു, കീയും വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, നെയിമും വെബ് ഡയറി എന്ന് പറയുന്ന വാല്യൂം ഇവിടെ നമ്മുടെ ബ്രൗസറിൽ സ്റ്റോറായി. ഇനി നമ്മളിവിടെ താഴെ വന്ന് നോക്കുകയാണെങ്കിൽ ആ വാല്യൂ മാത്രമായിട്ട് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അല്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് കുറേ വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇനി സെറ്റ് ഐറ്റം, ഞാൻ വീണ്ടും പറയുകയാണ്, പാഷൻ. ഓക്കെ, ഞാനത് ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ കണ്ടില്ല, നമുക്ക് നെയിം വെബ് ഡയറി, പാഷൻ എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡ് എന്നും പറഞ്ഞ് കിട്ടി. ഇനിയിപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ എത്ര റീഫ്രഷ് ചെയ്താലും കണ്ടില്ല, ഈ വാല്യൂ ഇവിടുന്ന് പോകുന്നുണ്ടോ? ഒരിക്കലും പോകുന്നില്ല. കണ്ടോ, ഈ വാല്യൂ ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് വെക്കുകയാണ്. നമ്മളിനി എത്ര നാൾ കഴിഞ്ഞ് ഇവിടെ വന്ന് നോക്കിയാലും ഈ ഒരു വാല്യൂ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്റ്റോറേജിലോട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. നമ്മളൊരു സാധനം സെറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആവശ്യാനുസരണം അവിടുന്ന് ആ വാല്യൂസിനെ നമുക്ക് എടുക്കണ്ടേ? ആ ഒരു
സാഹചര്യത്തിലാണ് നമുക്ക് ഗെറ്റ് ഡാറ്റ ഫ്രം ലോക്കൽ സ്റ്റോറേജ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരേണ്ടത്. അത് നമുക്ക് ലോക്കൽ സ്റ്റോറേജ് ഡോട്ട് ഗെറ്റ് ഡാറ്റ. അപ്പോൾ നമുക്ക് ഗെറ്റ് ഐറ്റം കണ്ടില്ല, സെറ്റ് ഐറ്റവും ഗെറ്റ് ഐറ്റവും. സിമ്പിൾ അല്ലേ? ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരൊറ്റ വാല്യൂ മാത്രം നമ്മൾ പാസ് ചെയ്ത് കൊടുത്താൽ മതി. എന്താണ് ഡബിൾ കോഡ്സിനകത്ത് ഏതാണ് വേണ്ടത്? നെയിം ആണെങ്കിൽ നെയിം, അല്ലെങ്കിൽ പാഷൻ ആണെങ്കിൽ പാഷൻ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു നെയിം എന്ന് പറയുന്നത് നമ്മളിവിടെ പാസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് നമ്മൾ സെറ്റ് ഐറ്റം മാത്രമാണ്. ഇനിയിപ്പോൾ നമ്മൾ കൺസോളിൽ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു എടുത്ത വാല്യൂ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ലെറ്റ് നെയിം ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് കൊടുത്തു? ഒരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്തതിന് ശേഷം ഞാൻ കൺസോൾ ഡോട്ട് ലോഗിനകത്ത് വന്നിട്ട് ഞാൻ നെയിം കൊടുത്തു. ഇനിയിപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, നമുക്കിവിടെ വെബ് ഡയറി എന്ന് പറയുന്ന വാല്യൂവിനെ നമുക്ക് എവിടുന്ന് എടുക്കാൻ പറ്റി? നമ്മുടെ ഇവിടുന്ന് എടുക്കാനായിട്ട് പറ്റി. കണ്ടില്ലേ, നമ്മൾ ഇനി ഇവിടെ ഇപ്പോൾ റിഫ്രഷ് ചെയ്താലും ആ ഒരു വാല്യൂ അവിടെ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ നെയിമിന് പകരം നമുക്ക് പാഷനാണ് വേണ്ടതെങ്കിൽ നമ്മൾ ആ ഒരു വേരിയബിൾ നമ്മൾ പാഷൻ എന്ന് പറഞ്ഞു കൊടുത്തു, അതിനുശേഷം ഇവിടെ പാഷൻ എന്ന് പറഞ്ഞു കൊടുത്തു, അതിനുശേഷം ഇവിടെയും പാഷൻ എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ, എന്താണ് ലോക്കൽ സ്റ്റോറേജ് എന്ന് മനസ്സിലായി, എന്താണ് സെറ്റ് ഐറ്റം എന്ന് മനസ്സിലായി, എന്താണ് ഗെറ്റ് ഐറ്റം എന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിൽ ഇതിന് എന്താണ് ആവശ്യകത എന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്നു, ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ, നമ്മുടെ ഈ ഒരു ഇതിങ്ങനെ നമ്മളിങ്ങനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ നമുക്കൊരു റൈറ്റ് സൈഡിലൊരു ഡബിൾ ആരോ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ ചിലപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മളിനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മളിവിടെ ഇപ്പോൾ പെപ്പർ എന്ന് കൊടുക്കുമ്പോൾ ഈ ആഡ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ ഒരു വാല്യൂവിനെ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കണം. മനസ്സിലായോ? ആദ്യം നമ്മളിവിടെ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ഗെറ്റ് ഐറ്റം വെച്ചിട്ടാണ്, സെറ്റ് ഐറ്റം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്ത് വെക്കുക. ഇനി ഗെറ്റ് ഐറ്റം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് ആ ഒരു വാല്യൂവിനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം അല്ലേ? അപ്പോൾ നമ്മുടെ വാല്യൂസ് ഇവിടെ വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ലോക്കൽ സ്റ്റോറേജിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും എത്ര റീഫ്രഷ് ചെയ്താലും എന്ത് സംഭവിക്കില്ല? ഈ ഡേറ്റാസ് ഇവിടുന്ന് പോകത്തില്ല. മനസ്സിലായോ? അപ്പോൾ നമുക്ക് വരുന്ന വീഡിയോസിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ലോക്കൽ സ്റ്റോറേജിനെ പറ്റി പഠിച്ചു, അല്ലെങ്കിൽ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ ഒരു എക്സൈറ്റിംഗ് പ്രോജക്റ്റിൻ്റെ അവസാനത്തേക്ക് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വെബ് ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാതെ വരെ ബൈ.